Next, we will consider two more problems. Write the dual of the following linear programming problem. Maximize z is equal to 2x1 plus 3x2 plus x3 subject to the following constraints. 4x1 plus 3x2 plus x3 is equal to 6. x1 plus 2x2 plus 5x3 is less than or equal to 4. x1, x2 greater than or equal to 0. ഇതിൻ്റെ ഡ്യുവൽ എഴുതണം. ഡ്യുവൽ എഴുതുന്നതിന് മുമ്പ് നമുക്ക് പ്രൈമൽ പ്രോബ്ലം അതിൻ്റെ തന്നെ സ്റ്റാൻഡേർഡ് ഫോമിലാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. എങ്ങനെയാണ് പ്രൈമൽ പ്രോബ്ലം അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻറ്റ്സ് മാത്രം നോക്കിയാൽ മതി. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, പ്രൈമൽ പ്രോബ്ലത്തിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസേഷൻ ആണെങ്കിൽ എല്ലാ കൺസ്ട്രെയിൻറ്റ്സും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആയിരിക്കണം. ഇവിടെ ആദ്യത്തെ കൺസ്ട്രെയിൻറ്റ് ഈസ് ഈക്വൽ ടു ടൈപ്പ് ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് അല്ല. സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റിനാണ് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഡ്യുവൽ എഴുതാൻ സാധിക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രൈമൽ പ്രോബ്ലം അതിൻ്റെ തന്നെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതുകയാണ്. സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദി പ്രൈമൽ മോഡിഫൈ ചെയ്തെഴുതുകയാണ്. മാക്സിമൈസ് z is equal to 2x1 plus 3x2 plus x3 subject to the following constraints. ആദ്യത്തെ കൺസ്ട്രെയിൻറ്റ് ഈസ് ഈക്വൽ ടു ആണ്. ഈസ് ഈക്വൽ ടു കൺസ്ട്രെയിൻറ്റിനെ എങ്ങനെയാണ് നമ്മളൊരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് കൺസ്ട്രെയിൻ്റ് ആയിട്ട് മാറ്റുക? നമുക്ക് വളരെ സിമ്പിളായിട്ട് റിസൾട്ട് ഉണ്ട്. റിസൾട്ട് നോക്കുക. x1 ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ x1ൻ്റെ വാല്യൂ 6 ആണ്. പക്ഷേ ഇത് നമുക്കൊരു ഇൻഇക്വാളിറ്റി ഫോമിൽ മാറ്റി എഴുതണമെന്നുണ്ടെങ്കിൽ എങ്ങനെ സാധിക്കും? x1 ഈസ് ഈക്വൽ ടു 6 എന്ന് പറയുന്ന ഇക്വേഷനെ ഒരു ഇൻഇക്വാളിറ്റി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? x1 ഒരേ സമയം 6-നേക്കാൾ ചെറുതുമാകുക, അതോടൊപ്പം തന്നെ അതേസമയം x1ൻ്റെ വാല്യൂ 6-നേക്കാളും കൂടുതലുമാകുക. സോ x1 ഈസ് ഈക്വൽ ടു 6 മീൻസ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആൻഡ് അറ്റ് ദ സെയിം ടൈം x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. x1ൻ്റെ വാല്യൂ ഒരേ സമയം 6-നേക്കാൾ താഴെയും അതേസമയം x1ൻ്റെ വാല്യൂ 6-നേക്കാൾ കൂടുതലുമാകുക. രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ x1ൻ്റെ വാല്യൂ 6 മാത്രമേ ആകാൻ സാധ്യമാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? 4x1 പ്ലസ് 3x2 പ്ലസ് x3 ഈസ് ഈക്വൽ ടു 6-നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? രണ്ട് ഇൻഇക്വാളിറ്റി ആയിട്ട് എഴുതാം. ഒരെണ്ണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉപയോഗിച്ചും മറ്റൊന്ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ഇൻഇക്വാളിറ്റി ഉപയോഗിച്ച് നമുക്ക് അതിനെ മാറ്റി എഴുതാം. അപ്പോൾ ആദ്യത്തെ കൺസ്ട്രെയിന്റ് എന്താണ്? ദാറ്റ് ഈസ് 4x1 പ്ലസ് 3x2 പ്ലസ് x3 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അതുപോലെ തന്നെ അത് തന്നെ വീണ്ടും എഴുതുക. 4x1 പ്ലസ് 3x2 പ്ലസ് x3 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. ഇപ്പോൾ ആദ്യത്തെ കൺസ്ട്രെയിൻസും സെക്കൻഡ് കൺസ്ട്രെയിൻസും നോക്കിയേ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്, പക്ഷേ റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. പക്ഷേ ഇൻഇക്വാളിറ്റീസ് ഒരെണ്ണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പും മറ്റൊന്ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പും ആണ്. അതുകൊണ്ട് ഈ ഫസ്റ്റ് കൺസ്ട്രെയിന്റ് സെക്കൻഡ് കൺസ്ട്രെയിന്റ് സൈമൾട്ടേനിയസ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ വാല്യൂ റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ വാല്യൂമായിട്ട് ഈക്വൽ ആകുക എന്നുള്ളതാണ്. So next is third constraint. It is already of less than or equal to type. It is x1 plus 2x2 plus 5x3 is less than or equal to 4. x1, x2, x3 etc. greater than or equal to 0. ഇപ്പോഴും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ആയോ? പ്രൈമൽ പ്രോബ്ലം അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറിയോ? മാറിയിട്ടില്ല. കാരണം എന്താണ്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസേഷൻ ആണ്. പക്ഷെ എല്ലാ കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല. ആദ്യത്തെ കൺസ്ട്രെയിൻറ്റും ലാസ്റ്റ് കൺസ്ട്രെയിൻറ്റും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് കൺസ്ട്രെയിൻ്റ് ആണ്. അതുകൊണ്ട് ഈ സെക്കൻഡ് കൺസ്ട്രെയിൻറ്റിനെയും കൂടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആക്കിയതിന് ശേഷമായിരിക്കണം നമുക്ക് ഡ്യുവൽ എഴുതാൻ സാധിക്കുക. സോ അഗൈൻ വി റൈറ്റ് ദി പ്രൈമൽ പ്രോബ്ലം. ദാറ്റ് ഈസ് മാക്സിമൈസ് z is equal to 2x1 plus 3x2 plus x3 subject to the constraint. ആദ്യത്തെ കൺസ്ട്രെയിന്റ് ഏതാണ്? 4x1 plus 3x2 plus x3 is less than or equal to 6. Second constraint 4x1 plus 3x2 plus x3 greater than or equal to 6. അതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ഇൻഇക്വാളിറ്റി ആക്കാൻ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ -4x1 minus 3x2 minus x3 is less than or equal to -6. Then we have the third inequality, x1 plus 2x2
plus 5h3 is less than or equal to 4, then h1, h2, h3 greater than or equal to 0. So this is the standard form of the primal problem. Objective function maximization ആണ്, എല്ലാ കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഡ്യുവൽ എഴുതാം. ഡ്യുവൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസേഷൻ ആണെങ്കിൽ ഡ്യുവൽ എഴുതുമ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസേഷൻ ആകും. മിനിമൈസ് ഇസഡ് സ്റ്റാർ ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റൻസ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതാം. 6y1 മൈനസ് 6y2 പ്ലസ് 4y3 സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻസ്. ആദ്യത്തെ കൺസ്ട്രെയിൻസ് എന്തായിരിക്കും? ആദ്യത്തെ കൺസ്ട്രെയിൻസ് x1ന്റെ കോഎഫിഷ്യൻസുകൾ മാത്രം ഉപയോഗിച്ച്. Here the coefficient is 1 and the coefficient of x1 in the objective function is 2. Using 4 minus 4 1 we can write the coefficients of the first constraint. So 4y1 minus 4y2 plus y3. ഇൻഇക്വാലിറ്റി ഏതാണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ? മിനിമൈസേഷൻ ടൈപ്പ് ആണെങ്കിൽ എല്ലാ കൺസ്ട്രെയിൻസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് x1 in the objective function, that is 2. Similarly we can write the second constraint. Second constraints എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് x2ന്റെ കോഎഫിഷ്യൻസുകളാണ് ഉപയോഗിക്കേണ്ടത്. x2ന്റെ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്? 3 ഉണ്ട്, -3 ഉണ്ട്, 2 ഉണ്ട്. So 3y1 minus 3y2 plus 2h2, sorry 2y3 is greater than or equal to right hand side constant is 3. Next consider the third one. Third constraint എഴുതണമെങ്കിൽ നമുക്ക് x3യുടെ കോഎഫിഷ്യൻസുകൾ നോക്കുക. What are the coefficients of x3? There coefficients of x3 are 1, then 1 minus 1 5. So 1 minus 1 5. So y1 minus y2 plus 5 y3 is greater than or equal to coefficient of x3 in the objective function, that is plus 1. Then we have the non-negativity restriction. Non-negativity restriction is y1 y2 y3 greater than or equal to 0. This is the dual problem. Dual problem എഴുതിയിരിക്കുന്നു. മാക്സിമൈസേഷൻ ടൈപ്പ് മിനിമൈസേഷൻ ആയിട്ട് മാറി. എല്ലാ കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആയിരുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ഇൻഇക്വാലിറ്റി ആയിട്ട് മാറി. പ്രൈമറി പ്രോബ്ലത്തിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ കോഎഫിഷ്യൻസുകളാണ് ഡ്യുവൽ പ്രോബ്ലത്തിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. പ്രൈമറി പ്രോബ്ലത്തിന്റെ കൺസ്ട്രെയിൻസിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റൻസ് ആണ് ഡ്യുവൽ പ്രോബ്ലത്തിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ കോഎഫിഷ്യൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇവിടെ 6y1 minus 6y2, 4y1 minus 4y2, 3y1 minus 3y2, y1 minus y2, ഈ രണ്ട് ടേമിന് എന്തോ ഒരു പ്രത്യേകത തോന്നുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ? 6y1 minus 6y2, you can take 6 outside, 6 into y1 minus y2 എന്ന് എഴുതാം. സെക്കൻഡ് നോക്കിയേ, 4y1 minus 4y2, if you take 4 outside, this become 4 into y1 minus y2. Similarly, if you take 3 outside, this term is 3 into y1 minus y2. Similarly, y1 minus y2. അപ്പോൾ y1 minus y2 എന്നുള്ളത് നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്ത് നോക്കാം. So that is minimize z star is equal to 6 into y1 minus y2 plus 4y3 subject to the following constraints. എന്തൊക്കെയാണ്? 4 into y1 minus y2 plus y3 is greater than or equal to 2. Then 3 into y1 minus y2 plus 2y3 is greater than or equal to 3. Then y1 minus y2 plus 5y3 is greater than or equal to 1. Then y1, y2, y3 greater than or equal to 0. അപ്പോൾ y1 minus y2 എന്നുള്ളത് നമ്മളൊന്ന് ഗ്രൂപ്പ് ചെയ്തു. ഇനി നിങ്ങൾ നോക്കിക്കേ, y1ന്റെ വാല്യൂ എന്തായിരിക്കണം? y1 must be greater than or equal to 0. y1 greater than or equal to 0. y2 must be greater than or equal to 0. y1 greater than or equal to 0, y2 greater than or equal to 0. What is its meaning? y1 ഒരു പോസിറ്റീവ് വാല്യൂ ആണ്, y2 ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ y1 മൈനസ് y2 എന്തായിരിക്കും?
y1 പോസിറ്റീവ് ആണ്, y2 പോസിറ്റീവ് ആണെങ്കിൽ y1 മൈനസ് y2 എന്തായിരിക്കാം? y1 മൈനസ് y2 ഒന്നെങ്കിൽ അതിൻ്റെ വാല്യൂ പോസിറ്റീവ് വാല്യൂ ആയിട്ട് ആൻസർ കിട്ടാം, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആകാം, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആകാം. ഫോർ എക്സാമ്പിൾ, സപ്പോസ് y1 ഈസ് ഈക്വൽ ടു 8 ആൻഡ് y2 ഈസ് ഈക്വൽ ടു 6. y1 ഉം y2 പോസിറ്റീവ് ആണ്. ഇൻ ദിസ് കേസ് y1 മൈനസ് y2 എന്തായി? 8 മൈനസ് 6. 8 മൈനസ് 6 എന്ന് പറയുന്നത് 8 മൈനസ് 6 എന്ന് പറയുന്നത് 2 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ y1 മൈനസ് y2 ചിലപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകാം. ഇനി നമ്മൾ തിരിച്ചെടുത്ത് നോക്കിയാൽ എന്ത് കിട്ടും? സപ്പോസ് y1 ഈസ് ഈക്വൽ ടു 2 ആൻഡ് y2 ഈസ് ഈക്വൽ ടു 6. വാട്ട് ഈസ് y1 മൈനസ് y2? y1 minus y2 is 2 minus 6, which is equal to minus 4, which is less than or equal to 0. അപ്പോൾ y1 ഉം y2 ഉം പോസിറ്റീവ് ആയാൽ y1 മൈനസ് y2ന്റെ വാല്യൂ ചിലപ്പോൾ നെഗറ്റീവും കൂടി ആകാം. മൂന്നാമതൊരു പോസിബിലിറ്റി ഉണ്ടല്ലോ, എന്താണ്? y1 is equal to 6, y2 is equal to 6. y1 ഉം y2 ഉം ഗ്രേറ്റർ ദാൻ ഓർ equal to 0 ആണ്. പക്ഷേ y1 മൈനസ് y2 എന്തായി? അത് 6 മൈനസ് 6, which is equal to 0 എന്ന് പറഞ്ഞാൽ y1 മൈനസ് y2ന്റെ വാല്യൂ 0 ആകാം. അപ്പോൾ y1 മൈനസ് y2 എന്ന് പറയുന്നത് it may be either positive or negative or equal to 0. So we can replace y1 by y2 by another term. ഇപ്പം നമ്മൾ ഈ y1 by y2നെ നമ്മളൊന്ന് മാറ്റി എഴുതാൻ പോവാണ്. So that is minimize z star is equal to 6 into ഈ y1 മൈനസ് y2ന് പകരം ഞാൻ y1 മൈനസ് y2ന് പകരം ഞാൻ y4 കൊടുക്കുകയാണ്. y4 put y1 minus y2 is equal to y4. You will get 6 into y4 plus 4 y3 subject to the constraints 4 into y4 plus y3 is greater than or equal to 2. Then 3 into y4 plus 2 into y3 is greater than or equal to 3, and y4 plus 5y3 is greater than or equal to 1. Then what is the last non-negativity restriction? y4 എന്ന് പറയുന്ന വാല്യൂ എന്താണ്? y4 എന്ന് പറയുന്നത് y1 മൈനസ് y2 ആണ്. y1 മൈനസ് y2ന്റെ വാല്യൂ ചിലപ്പോൾ പോസിറ്റീവ് ആകാം, ചിലപ്പോൾ നെഗറ്റീവ് ആകാം, ചിലപ്പോൾ 0 ആകാം. അപ്പോൾ y4നെ പറ്റി നമുക്ക് എന്ത് എഴുതാം? y4 ചിലപ്പോൾ പോസിറ്റീവ് ആകാം, ചിലപ്പോൾ നെഗറ്റീവ് ആകാം, ചിലപ്പോൾ 0 ആകാം. അങ്ങനെയാണെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് പറയാം യാതൊരുവിധ റെസ്ട്രിക്ഷനും അതിനില്ല. y4 is unrestricted in sign. y4 is unrestricted in sign, and y3 is greater than or equal to 0. ഇതാണ് ഈ ഡ്യുവലിന്റെ പ്രത്യേകത. എങ്ങനെയാണ് y4 അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആയത്? y1 മൈനസ് y2 എന്ന ഒരു ടേം നമ്മുടെ പ്രോബ്ലത്തിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. y1 മൈനസ് y2 വന്നു കഴിഞ്ഞാൽ y1 മൈനസ് y2 എന്ന് പറഞ്ഞാൽ അത് y4 എഴുതി. y1 മൈനസ് y2 ചിലപ്പോഴൊക്കെ പോസിറ്റീവും ചിലപ്പോഴൊക്കെ നെഗറ്റീവും ചിലപ്പോഴൊക്കെ 0 ആകാം. അതിൻ്റെ അർത്ഥം y4 ചിലപ്പോഴൊക്കെ 0യും ചിലപ്പോഴൊക്കെ പോസിറ്റീവും ചിലപ്പോഴൊക്കെ നെഗറ്റീവ് ആകാം. മറ്റു രീതിയിൽ പറഞ്ഞാൽ y4ന് ഏത് വാല്യൂ സ്വീകരിക്കാം. y4നെ സംബന്ധിച്ച് യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ല. So we can write y4 is unrestricted in sign. But y3ക്ക് ഈ പ്രോബ്ലം തുടങ്ങിയപ്പോൾ മുതൽ y3ക്ക് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. It must be greater than or equal to 0. So y3 greater than or equal to 0. ഇതാണ് ഇതിന്റെ ഡ്യുവൽ പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിലെ ഡ്യുവലിന്റെ പ്രത്യേകത എന്താണ്? കൺസ്ട്രെയിൻസ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ വേരിയബിൾസിൽ ഒരെണ്ണം അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആയി. ഏത് ടൈപ്പ് പ്രോബ്ലത്തിലാണ് ഒരു y4 പോലുള്ള ഒരു വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ആകുക? നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കാണും. നമ്മുടെ പ്രൈമൽ പ്രോബ്ലത്തിൽ ഒരു കൺസ്ട്രെയിൻറ്റ് ഈസ് ഈക്വൽ ടു ആയിരുന്നു. പ്രൈമൽ പ്രോബ്ലത്തിലെ ഒരു കൺസ്ട്രെയിൻറ്റ് ഈസ് ഈക്വൽ ടു ടൈപ്പ് ആയപ്പോൾ ഡ്യുവൽ പ്രോബ്ലത്തിലെ ഒരു വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആകും. ശ്രദ്ധിക്കുക കേട്ടോ. പ്രൈമൽ പ്രോബ്ലം, നമ്മുടെ പ്രൈമൽ പ്രോബ്ലം നോക്കുക, അതിലെ ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ് ഈസ് ഈക്വൽ ടു ടൈപ്പ് ആയിരുന്നു. പ്രൈമൽ പ്രോബ്ലത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും കൺസ്ട്രെയിൻറ്റ് ഈസ് ഈക്വൽ ടു ടൈപ്പ് ആണ് എങ്കിൽ അതിൻ്റെ ഡ്യുവൽ എഴുതി വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ചില വേരിയബിൾസ് അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആയിട്ട് ലഭിക്കും. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വി വിൽ കൺസിഡർ ദി പ്രോബ്ലം. റൈറ്റ് ദി ഡ്യുവൽ ഓഫ് ദി പ്രോബ്ലം. മാക്സിമൈസ് z is equal to 3x1 plus 5x2 plus 7x3 subject to the constraints x1 plus x2 plus 3x3 less than or equal to 10. 4x1 minus x2 plus 2x3 is greater than or equal to 15. x1, x2 greater than or equal to 0, but x3 is unrestricted in sign. x3ക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ല, പക്ഷേ x1ഉം x2ഉം പോസിറ്റീവ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. There is a restriction for x1 and x2.
But for h3 we have no restriction. It can take a positive value or negative value or zero value. ഇനി നമ്മൾ പ്രൈമൽ പ്രോബ്ലം അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാൻ പോവാണ്. പ്രൈമൽ ഇൻ ഇറ്റ് സ്റ്റാൻഡേർഡ് ഫോം. എന്തായിരിക്കണം പ്രൈമൽ പ്രോബ്ലം അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം? മാക്സിമൈസേഷൻ ആണെങ്കിൽ എല്ലാ കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആയിരിക്കണം. ഇവിടെ സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആണ്. സോ കൺവേർട്ട് ദി second constraint to a less than or equal to type inequality. So maximize z is equal to 3x1 plus 5x2 plus 7x3 subject to the constraints x1 plus x2 plus 3x3 is less than or equal to 10. Multiply throughout the second constraint by minus 1. You will get minus 4x1 plus x2 minus 2h3 is less than or equal to minus 15. h1 comma h2 greater than or equal to 0. h3 unrestricted in sign. ഇപ്പോഴും പ്രൈമൽ പ്രോബ്ലം അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ടായോ? പ്രൈമൽ പ്രോബ്ലം മാക്സിമൈസേഷൻ ആണ്. എല്ലാ കൺസ്റ്റൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആണ്. അതുകൊണ്ട് പ്രൈമൽ പ്രോബ്ലം അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ആയി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാ അൺനോൺസും നമുക്ക് നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കണം. ഓൾ വേരിയബിൾ മസ്റ്റ് സാറ്റിസ്ഫൈ ദ ഫീസിബിലിറ്റി കണ്ടീഷൻ. h1, h2, h3 etc. ഓൾ വേരിയബിൾസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ഫോമിന്റെ ഡെഫിനേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലേ. ഇവിടെ h1, h2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ദേ സാറ്റിസ്ഫൈ ദ ഫീസിബിലിറ്റി കണ്ടീഷൻ. ബട്ട് x3 ഈസ് അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ. ഇപ്പോൾ h3 അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആയതുകൊണ്ട് അതിനെ മാറ്റി എഴുതണം. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്കറിയാലോ h3 unrestricted in sign. h3 is unrestricted in sign എന്ന് പറഞ്ഞാൽ h3യുടെ വാല്യൂ ചിലപ്പോഴൊക്കെ പോസിറ്റീവ് ആകാം, h3യുടെ വാല്യൂ ചിലപ്പോഴൊക്കെ നെഗറ്റീവ് ആകാം, ചിലപ്പോഴൊക്കെ 0 ആകാം. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? h3 പോസിറ്റീവ് ആവുക, h3 നെഗറ്റീവ് ആവുക, അല്ലെങ്കിൽ h3 0 ആവുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാത്തമാറ്റിക്സിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. നിങ്ങൾ ഏത് നമ്പർ മനസ്സിൽ വിചാരിച്ചാലും, നിങ്ങൾ ഏത് നമ്പർ, അത് പോസിറ്റീവ് നമ്പർ ആകട്ടെ, നെഗറ്റീവ് നമ്പർ ആകട്ടെ, അതോ 0 ആയിക്കോട്ടെ, ഏത് നമ്പർ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാലും ആ നമ്പറിനെ രണ്ട് പോസിറ്റീവ് നമ്പറിൻ്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് മാറ്റി എഴുതാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന നമ്പർ 8 ആണ്. 8 എന്ന് പറയുന്ന ഈ പോസിറ്റീവ് നമ്പർ, ഞാൻ 8 ആണ് മനസ്സിൽ വിചാരിച്ചത്. ഈ 8നെ നമുക്ക് 10 - 2 എന്നുള്ള രീതിയിൽ മാറ്റി എഴുതാം. വേർ 10 is greater than or equal to 0, 2 is also greater than or equal to 0. So 8 can be expressed as y1 minus y2 അല്ലെങ്കിൽ x1 minus x2 എന്ന രീതിയിൽ മാറ്റി എഴുതാൻ സാധിക്കും. ഇനി 8 അല്ല നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത്, നിങ്ങൾ -4 ആണ് വിചാരിച്ചത്. -4നെ എങ്ങനെയാണ് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിനെ ഡിഫറൻസ് ആക്കി മാറ്റി എഴുതാൻ സാധിക്കുമോ? ഇറ്റ് ഈസ് 2 - 6. 2 - 6ന്റെ വാല്യൂ -4 അല്ലേ? ഈ 2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ? 6 എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ? എന്ത് പറയാം? -4 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദി ഡിഫറൻസ് ഓഫ് ടു പോസിറ്റീവ് നമ്പേഴ്സ് x1 ആൻഡ് x2. ഇനി നിങ്ങൾ മനസ്സിൽ വിചാരിച്ച നമ്പർ 0 ആണെന്ന് കരുതുക. 0 ആണെങ്കിൽ അതിനെയും രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിന്റെ ഡിഫറൻസ് ആക്കി മാറ്റി എഴുതാൻ സാധിക്കും. ദാറ്റ് ഈസ് 6 - 6. 6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഈ 6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ x1 മൈനസ് x2 എന്ന രീതിയിൽ ഇതിനെ എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന നമ്പർ ഏതും ആയിക്കോട്ടെ, ഒരു x3 അതിനെ പോസിറ്റീവ് നമ്പേഴ്സിന്റെ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിന്റെ ഡിഫറൻസ് ആക്കി മാറ്റി എഴുതാം. സോ വി വിൽ റീപ്ലേസ് x3 ബൈ x3 പ്ലസ് മൈനസ് x3 മൈനസ്, വേർ x3 ആൻഡ് x3 മൈനസ് ആർ പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ x3 അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ എന്നാണെങ്കിൽ ആ x3 നമുക്ക് ഈ രീതിയിൽ മാറ്റി എഴുതാം. x3 ഈസ് ഈക്വൽ ടു x3 പ്ലസ് minus x3 minus, where x3 plus and x3 minus are greater than or equal to 0. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോവുക? ഈ പ്രൈമറി പ്രോബ്ലത്തിൽ എവിടെയെങ്കിലും x3 ഉണ്ടോ അവിടെയെല്ലാം x3യുടെ ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. വി വിൽ റീപ്ലേസ് x3 ബൈ ദിസ് നമ്പർ. എന്ത് ചെയ്യണം? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എടുക്കുക. മാക്സിമൈസ് z is equal to 3x1 plus 5x2 plus 7x3. x3ക്ക് പകരം h3 plus minus h3 minus, subject to the constraints h1 plus h2 plus 3h3
but h3 is replaced by h3 plus minus h3 minus is less than or equal to 10, then minus 4h1 plus h2 minus 2h3, but h3 is h3 plus minus h3 minus is less than or equal to minus 15. Then we have the non-negative restrictions h1, h2 already greater than or equal to 0 ആണ്. അതുകൂടാതെ h3 പ്ലസും ഉണ്ട്, അതുകൊണ്ട് h3 മൈനസും ഉണ്ട്. നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ചാണെങ്കിൽ h3 പ്ലസും h3 മൈനസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇത് സ്റ്റാൻഡേർഡ് ഫോം ആയി. എന്താണ് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയാൻ കാരണം? മാക്സിമൈസേഷൻ ആണ്. എല്ലാ കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആണ്. കൂടാതെ ഈ പ്രോബ്ലത്തിലുള്ള എല്ലാ വേരിയബിൾസും h1, h2, h3 പ്ലസ് h3 മൈനസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ വി ക്യാൻ റൈറ്റ് ദി ഡ്യുവൽ. What is the dual? Objective function is minimize z star is equal to, പെട്ടെന്ന് എഴുതാം. എങ്ങനെ എഴുതുന്നത്? ആദ്യത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റൻസ് ഉപയോഗിച്ച് നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതാം. ദാറ്റ് ഈസ് 10y1 മൈനസ് 15y2 സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിന്റ്. എന്തെഴുതാം? 10y1 minus 15y2. Now consider the write the first constraint. ആദ്യത്തെ കൺസ്ട്രെയിന്റ് എഴുതാൻ എന്ത് ചെയ്യണം? coefficient of h1 consider ചെയ്യുക. So coefficient of h1 here 1 into h1, and in the second constraint coefficient of h1 is minus 4. So we will get y1 minus 4y2 is less than or equal to or greater than or equal to objective function greater than minimization ആയതുകൊണ്ട് greater than or equal to coefficient of h1 is 3. Then write the second constraint. Consider the coefficients of h2. Here the coefficients of h2 are 1 each. So here v1 y1 plus y2 is greater than or equal to 5. Next constraint, consider the coefficients of h3 plus. h3 plus ന്റെ coefficients നോക്കുക. h3 plus ന്റെ coefficients ഏതൊക്കെയാണ്? 7, 3, minus 2 ആണ്. 7 into h3 plus 3 into h3 plus minus 2 into h3 plus എന്നാണ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ടേംസ്. സോ 7y1 plus 3y2 these are the coefficients of h3 plus 3h3 plus and minus 2h3 plus are the coefficients of h3 plus in the constraints, and 7 is the coefficient of h3 plus in the objective function. So the third constraint becomes 3y1 minus 2y2 is greater than or equal to coefficient of h3 in the objective function, that is 7. ഇതുപോലെ തന്നെ നാലാമത്തെ കൺസ്റ്റൻസ് എഴുതാം. നാലാമത്തെ കൺസ്റ്റൻസ് എടുക്കണമെങ്കിൽ h3 മൈനസിന്റെ കോഎഫിഷ്യൻസ് കളക്ട് ചെയ്യുക. h3 മൈനസിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 3 into minus h3 plus എന്നാണ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുക. So the coefficient of h3 is minus 3. Here if you open this bracket you will get minus 2 into minus h3 minus 2 into minus plus 2 into h3 minus ആണ് കിട്ടുക. So here the coefficient of h3 minus is minus 3, and here the coefficient of h3 minus is minus into minus plus 2, and here the coefficient of h3 minus is 7 into minus 1, so minus 7. So using these coefficients we can write 3 into minus 3y1, then minus 2 into minus plus 2y2 is greater than or equal to 7 into minus, that is minus 7. എല്ലാ വേരിയബിൾസും നമ്മൾ കൺസിഡർ ചെയ്തു. Then we have the non-negative restriction y1 y2 greater than or equal to 0. y1 y2 all are greater than or equal to 0. ഇതാണ് അതിൻ്റെ ഡ്യുവൽ പ്രോബ്ലം. മാക്സിമൈസേഷൻ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയതിന് ശേഷം നമ്മൾ ഡ്യുവൽ എഴുതിയിരിക്കുന്നു. ഓക്കെ, ഇനി ഈ ഡ്യുവൽ പ്രോബ്ലം ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ചില കാര്യങ്ങളൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ നോക്കുക? 3y1 minus 2y2 is greater than or equal to 7 എന്ന് പറയുന്ന ഇൻഇക്വാളിറ്റിയെ, ഈ തേർഡ് ഇൻഇക്വാളിറ്റി ഉണ്ടല്ലോ, ഈ തേർഡ് ഇൻഇക്വാളിറ്റി 3y1 minus 2y2 is greater than or equal to 7 എന്ന് പറയുന്ന ഇൻഇക്വാളിറ്റി തന്നെയല്ലേ ഈ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ഇൻഇക്വാളിറ്റി? ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. രണ്ടിൻ്റെ സൈഡിൽ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. minus 3y1 plus 2y2 is greater than or equal to minus 7 എന്നുള്ളത്
തൊട്ട് മുമ്പത്തെ ഇന്നെക്വാളിറ്റി ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു അല്ലേ. ചെറിയ സാമ്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ ആ സാമ്യം എന്താണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. So that is the dual is minimize z star is equal to 10y1 minus 15y2 subject to the constraints y1 minus 4y2 is greater than or equal to 3, y1 plus y2 is greater than or equal to 5. Second constraint നോക്കുക. 3 second constraint നോക്കിക്കേ. 3y1 minus 2y2 is greater than or equal to 7 എന്നുണ്ട്. അതോടൊപ്പം തന്നെ മൈനസ് 3y1 പ്ലസ് 2y2 is greater than or equal to minus 7 എന്ന് കൂടെയാണ്. ഇത് രണ്ടും കൂടെ ഒന്ന് ക്ലബ് ചെയ്താലോ? ഇത് രണ്ടും കൂടെ ഒന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് കൺസ്ട്രെയിന്റ് 3y1 minus 2y2 is greater than or equal to 7. ഈ സെക്കൻഡ് കൺസ്ട്രെയിന്റിൽ ഈ മൈനസ് കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താലോ? മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് ബൈ മൈനസ് 1. യു വിൽ ഗെറ്റ് പ്ലസ് 3y1 മൈനസ് 2y2 മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇന്നെക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ഇന്നെക്വാളിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ഇന്നെക്വാളിറ്റി ആയിട്ട് മാറും. മൈനസ് 7 എന്നുള്ളത് പ്ലസ് 7 ആയിട്ട് മാറി. ഇഫ് യു മൾട്ടിപ്ലൈ ദ സെക്കൻഡ് ഇന്നെക്വാളിറ്റി ബൈ മൈനസ് 1 it will become plus 3y1 minus 2y2 is less than or equal to plus 7. ഇത് നമുക്ക് പരിചയമുണ്ടല്ലോ. എന്താണ്? നമ്മുടെ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ഒരു എക്സാമ്പിൾ ചെയ്തതാണ്. x1 is less than or equal to 6ഉം അതുപോലെ തന്നെ x1 is greater than or equal to 6ഉം സൈമൾട്ടേനിയസ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് അർത്ഥം? x1 is less than or equal to 6 and at the same time x1 is greater than or equal to 6. What is its meaning? The only possible value of x1 in this case is x1 is equal to 6. ഒരേ സമയം x1ന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6ഉം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6ഉം ആകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം x1ന്റെ 6 എന്ന വാല്യൂ മാത്രമേ സ്വീകാര്യമാകുകയുള്ളൂ. ഇവിടെ അത് തന്നെയാണ്. 3y1 മൈനസ് 2y2ന്റെ വാല്യൂ ഒരേ സമയം 7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7ഉം അതേസമയം തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7ഉം ആകുക എന്ന് പറഞ്ഞാൽ അത് രണ്ടിനും കൂടെ പകരം 3y1 മൈനസ് 2y2 ഈസ് ഈക്വൽ ടു 7 എന്ന് എഴുതിയാൽ മതിയാകും. രണ്ടും കൂടെ ക്ലബ് ചെയ്ത് നമുക്ക് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആകാം. ഈ രണ്ട് കൺസ്ട്രെയിൻസുകൾ നമ്മൾ ഒന്ന് കമ്പൈൻ ചെയ്യുകയാണ്. 3y1 മൈനസ് 2y2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7ഉം മൈനസ് 3y1 പ്ലസ് 2y2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 7 കൂടെ കമ്പൈൻ ചെയ്ത് എഴുതിയാൽ നമുക്ക് ഒരു സിംഗിൾ ഇന്നെക്വാളിറ്റിയേ ഉള്ളൂ, സിംഗിൾ കൺസ്ട്രെയിൻറ്റേ ഉള്ളൂ. 3y1 മൈനസ് 2y2 ഈസ് ഈക്വൽ ടു 7. തേർഡ് ഫോർത്ത് കൺസ്ട്രെയിൻസ് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ കൺസ്ട്രെയിന്റ് ആയിട്ട് മാറി. വേർ y1 y2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദിസ് ഈസ് ദി ഡ്യുവൽ. എന്താണ് ഡ്യുവൽ കിട്ടിയത്? ഡ്യുവലിന്റെ പ്രത്യേകത എന്താണ്? ഡ്യുവൽ ചെയ്തു വന്നപ്പോൾ നമുക്ക് ഒരു കൺസ്ട്രെയിന്റ് ഈസ് ഈക്വൽ ടു ആയിട്ട് മാറി. എപ്പോഴും ഏത് പ്രോബ്ലത്തിലാണ് ഡ്യുവൽ എഴുതുമ്പോൾ ഒരു കൺസ്ട്രെയിന്റ് ഈസ് ഈക്വൽ ടു ടൈപ്പ് ആകുക? നമ്മുടെ ഒറിജിനൽ പ്രോബ്ലം നോക്കിക്കേ, പ്രൈമൽ പ്രോബ്ലം നോക്കിക്കേ. പ്രൈമൽ പ്രോബ്ലത്തില് ഏതെങ്കിലും ഒരു വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആണെന്നുണ്ടെങ്കിൽ, പ്രൈമൽ പ്രോബ്ലത്തിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആണ് എന്നുണ്ടെങ്കിൽ ഡ്യുവൽ എഴുതുമ്പോൾ ഏതെങ്കിലും ഒക്കെ ഒരു കൺസ്ട്രെയിന്റ് ഈസ് ഈക്വൽ ടു ടൈപ്പ് ആയിട്ട് മാറും. ക്ലിയർ? പ്രൈമൽ പ്രോബ്ലത്തിലെ ഏതെങ്കിലും ഒരു വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആയിട്ടുണ്ടെങ്കിൽ ഡ്യുവൽ എഴുതി വരുമ്പോൾ ഏതെങ്കിലും ഒക്കെ ഒരു കൺസ്ട്രെയിന്റ് ഈസ് ഈക്വൽ ടു ടൈപ്പ് ആയിട്ട് മാറും. തൊട്ട് മുമ്പത്തിൽ നമ്മൾ നേരെ തിരിച്ചാണ് കണ്ടുപിടിച്ചത്, തിരിച്ചുള്ള പ്രോബ്ലം ആണ് ചെയ്തത്. എന്താണ്? പ്രൈമൽ പ്രോബ്ലത്തിലെ ഏതെങ്കിലും കൺസ്ട്രെയിൻസ് ഈസ് ഈക്വൽ ടു ടൈപ്പ് ആണോ, ഏതെങ്കിലും കൺസ്ട്രെയിന്റ് ഈസ് ഈക്വൽ ടു ടൈപ്പ് ആണോ എങ്കിൽ ഡ്യുവൽ എഴുതുമ്പോൾ ഏതെങ്കിലും വേരിയബിൾസ് അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആയിട്ട് മാറും. If there is an equality constraint in the primal, then of course there will be a variable in the dual which is unrestricted in sign and vice versa. That is the problem. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളുടെ ഒരു സമ്മറിയാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൈമൽ ഡ്യുവൽ റിലേഷൻഷിപ്പാണ് നമ്മുടെ അടുത്ത കൺസെപ്റ്റ്. നമുക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ പ്രോബ്ലം ചെയ്ത് നോക്കിയപ്പോഴൊക്കെ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒരു ടാബുലർ ഫോമിൽ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. പ്രൈമൽ പ്രോബ്ലത്തിലും ഡ്യുവൽ പ്രോബ്ലത്തിലും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. ആദ്യത്തെ കാര്യം നോക്കിയേ, ദി ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് ഇൻ ദി പ്രൈമൽ പ്രോബ്ലം ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദി ടോട്ടൽ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ഇൻ ദി ഡ്യുവൽ പ്രോബ്ലം. പ്രൈമൽ പ്രോബ്ലത്തിൽ n വേരിയബിൾസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡ്യുവൽ പ്രോബ്ലം എഴുതി വരുമ്പോൾ n കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സെക്കൻഡ്, total number of constraints in the primal problem is exactly equal to the total number of variables in the dual problem.
പ്രൈമറി പ്രോബ്ലത്തിൽ എത്ര കൺസ്ട്രെയിൻസ് ഉണ്ടോ അത്രയും തന്നെ വേരിയബിൾസ് ഡ്യുവൽ പ്രോബ്ലത്തിൽ ഉണ്ടായിരിക്കും. പ്രൈമറി പ്രോബ്ലത്തിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾസ് x1, x2, x3 ആണ് എന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ ഡ്യുവൽ പ്രോബ്ലത്തിൽ ഉപയോഗിക്കുന്ന വേരിയബിൾസ് y1, y2 എക്സെട്ര ym ആയിരിക്കും. ഇനി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പ്രൈമറി പ്രോബ്ലത്തിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഡ്യുവൽ പ്രോബ്ലത്തിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസേഷൻ ആയിരിക്കും. തിരിച്ചുകൊണ്ട് പ്രൈമറി പ്രോബ്ലത്തിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസേഷൻ ആണ് എങ്കിൽ ഡ്യുവൽ പ്രോബ്ലത്തിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസേഷൻ ആയിരിക്കും. മറ്റൊരു കാര്യം നോക്കുക, കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആണ് പ്രൈമറി പ്രോബ്ലത്തിലെങ്കിൽ ഡ്യുവൽ പ്രോബ്ലത്തിലെ കൺസ്ട്രെയിൻസ് എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആയിരിക്കും. If all the constraints are less than or equal to type in its primal problem, then in its dual problem the constraints must be of greater than or equal to type. Then objective coefficients C1, C2, C3 primal പ്രോബ്ലത്തിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസിന്റെ കോഎഫിഷ്യൻസുകളാണ് ഡ്യുവൽ പ്രോബ്ലത്തിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റൻസ് ആയിട്ട് വരിക. നേരെ തിരിച്ചും പറയാം, പ്രൈമറി പ്രോബ്ലത്തിലെ റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റൻസുകളാണ് ഡ്യുവൽ പ്രോബ്ലത്തിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസിന്റെ കോഎഫിഷ്യൻസ് ആയിട്ട് വരിക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും പറയാവുന്നതാണ്. The coefficients of the objective functions C1, C2, C3 etc. are the right hand side constants of the dual constraints and vice versa. ഇനി ഏതെങ്കിലും ഒരു കൺസ്ട്രെയിന്റ് ഈസ് ഈക്വൽ ടു ടൈപ്പ് ആണ് പ്രൈമൽ ക്വസ്റ്റ്യനിൽ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡ്യുവൽ എഴുതി വരുമ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആയിട്ട് വരും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വേരിയബിൾ പ്രൈമറി പ്രോബ്ലത്തിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഡ്യുവലൊക്കെ എഴുതി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കൺസ്ട്രെയിന്റ് ഈസ് ഈക്വൽ ടു ടൈപ്പായിട്ട് മാറും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലേ. ഏതെങ്കിലും ഒരു കൺസ്ട്രെയിന്റ് ഈസ് ഈക്വൽ ടു ടൈപ്പ് ആണ് എങ്കിൽ അതിൻ്റെ ഡ്യുവൽ എഴുതിയപ്പോൾ ചില വേരിയബിൾസ് അൺറെസ്ട്രിക്റ്റഡ് ആണ് എന്ന് നമ്മൾ കണ്ടെത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആണ് പ്രൈമറി പ്രോബ്ലത്തിൽ ഉള്ളതെങ്കിൽ അതിൻ്റെ ഡ്യുവൽ എഴുതി വരുമ്പോൾ ചില കൺസ്ട്രെയിൻസ് ഈസ് ഈക്വൽ ടു ടൈപ്പായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് പ്രൈമൽ ഡ്യുവൽ റിലേഷൻഷിപ്പ് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഇത് ഓർത്തിരിക്കുക. ഇനി മറ്റൊരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം ഉണ്ട്. ഡ്യുവൽ ഓഫ് ദി ഡ്യുവൽ പ്രോബ്ലം ഈസ് ദി പ്രൈമൽ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിൻ്റെ പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ ഡ്യുവൽ എടുക്കുക, ആ ഡ്യുവൽ പ്രോബ്ലത്തിൻ്റെ വീണ്ടും ഡ്യുവൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒറിജിനൽ പ്രൈമൽ പ്രോബ്ലം തന്നെ കിട്ടും എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുക. ദ ഡ്യുവൽ ഓഫ് ദി ഡ്യുവൽ ഈസ് നത്തിങ് ബട്ട് ദി പ്രൈമൽ പ്രോബ്ലം. നമ്മൾ അതിൻ്റെ പ്രൂഫ് നമുക്ക് ആവശ്യമില്ല, പ്രൂഫ് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ എന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചതാണ് ഷോ ദാറ്റ് ഡ്യുവൽ ഓഫ് ദി ഡ്യുവൽ ഈസ് ദി പ്രൈമൽ പ്രോബ്ലം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വഴി അത് എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്നതാണ്. ടേക്ക് എനി എക്സാമ്പിൾ. So here I am considering this example, maximize. This is the primal problem. Maximize z is equal to 2x1 plus 3x2 subject to the following constraints. 4x1 plus 5x2 is less than or equal to 11. 6x1 plus 7x2 is less than or equal to 12. 8x1 plus 9x2 is less than or equal to 13. x1, x2 greater than or equal to 0. Objective function maximization ആണ്. എല്ലാ കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആണ്. എല്ലാ വേരിയബിൾസും നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പ്രൈമൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ആണ്. അതുകൊണ്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ ഡ്യുവൽ എഴുതാം. മാക്സിമൈസേഷൻ മിനിമൈസേഷൻ ആയിട്ട് മാറുന്നു. കൺസ്ട്രെയിൻസ് എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആയിട്ട് മാറുന്നു. വേരിയബിൾസ് y1, y2 ഒക്കെ ആയി. സോ ദ ഡ്യുവൽ പ്രോബ്ലം ഈസ് മിനിമൈസ് z സ്റ്റാർ ഈസ് ഈക്വൽ ടു 11, 12, 13 ഉപയോഗിച്ച് കോഎഫിഷ്യൻസ് എഴുതിയിരിക്കുന്നു. 11y1 plus 12y2 plus 13y3 subject to the constraints. Constraints ഏതൊക്കെയാണ്? കോഎഫിഷ്യൻസ് ഓഫ് x1 നോക്കുക. 4, 6, 8 ഉപയോഗിച്ചാണ് ആദ്യത്തെ കൺസ്ട്രെയിൻസ് ഉപയോഗിച്ചിരിക്കുന്നത്. 4y1 plus 6y2 plus 8y3 is greater than or equal to coefficient of x1 in the objective function, that is 2. Similarly, coefficients of x2 in the constraints of the primal problem 5, 7, 9 ഉപയോഗിച്ചാണ് സെക്കൻഡ് കൺസ്ട്രെയിൻസ് എഴുതിയിരിക്കുന്നത്. 5y1 plus 7y2 plus 9y3 is greater than or equal to 3. y1, y2, y3 greater than or equal to 0. This is the dual problem. ഈ ഡ്യുവൽ പ്രോബ്ലത്തിന് വീണ്ടും ഡ്യുവൽ എഴുതാൻ ശ്രമിച്ചാൽ എന്ത് കിട്ടും? ഡ്യുവൽ ഓഫ് ദി ഡ്യുവൽ പ്രോബ്ലം എന്ത് കിട്ടും? മിനിമൈസേഷൻ മാക്സിമൈസേഷൻ ആയിട്ട് മാറി. ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ഇൻഇക്വാലിറ്റീസ് എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ഇൻഇക്വാലിറ്റി ആയി. 11, 12, 13 എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസിന്റെ കോഎഫിഷ്യൻസുകളാണ് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റൻസ് ആയിട്ട് വന്നിരിക്കുക.
ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റൻസ് ഒക്കെയാണ് ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ കോഎഫിഷ്യൻസ് ആയിട്ട് വന്നിരിക്കുക. സോ ദ ഡ്യുവൽ ഓഫ് ദി ഡ്യുവൽ ഈസ് മാക്സിമൈസ് z dash is equal to 2w1 plus 3w2 subject to the following constraints. 4w1 plus 5w2 is less than or equal to 11. Then 6w1 plus 7w2 is less than or equal to 12. Second constraint. Third constraint is 8w1 plus 9w2 is less than or equal to 13, comma w1, w2, w3 all are greater than w1, w2 all are greater than or equal to 0. This is the dual of the dual. ഇനി നിങ്ങൾ നോക്കി പ്രൈമൽ പ്രോബ്ലവും ഡ്യുവൽ ഓഫ് ദി ഡ്യുവൽ പ്രോബ്ലവും എക്സാക്ട്ലി സെയിം അല്ലേ? പ്രൈമൽ പ്രോബ്ലവും ഡ്യുവൽ ഓഫ് ദി ഡ്യുവലും എക്സാക്ട്ലി സെയിം ആണ്. ഏക വ്യത്യാസം എന്ന് പറയാനുള്ളത് ഇവിടെ x1 x2 ഒക്കെയാണ് വേരിയബിൾസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ w1 w2 എന്ന് മാത്രമാണ്. വേരിയബിൾസ് മാറുന്നതനുസരിച്ച് പ്രോബ്ലംസ് സെയിം സൊല്യൂഷൻ തന്നെയല്ലേ തരുന്നത്. നമുക്കൊരു ചെറിയ എക്സാമ്പിൾ നോക്കിയാൽ മതി. x1 plus x2 is equal to 3. അതുപോലെ തന്നെ x1 minus 5x2 is equal to 7. ഇത് നിങ്ങളോട് സോൾവ് ചെയ്യാൻ പറയുന്നു. x1ന്റെ വാല്യൂവും x2ന്റെ വാല്യൂവും കണ്ടുപിടിക്കുക. ഇത് തന്നെയല്ലേ മറ്റൊരു രീതിയിൽ ചോദിക്കുന്നത്. w1 plus w2 is equal to 3. w1 minus 5w2 is equal to 7 എന്ന് സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ w1ന്റെ വാല്യൂ എന്തായിരിക്കും, w2ന്റെ വാല്യൂ എന്തായിരിക്കും? രണ്ടും സെയിം സെറ്റ് സൊല്യൂഷൻ ആണ് വരിക. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിൾസ് ഒന്ന് മാറ്റി ഇങ്ങോട്ട് എഴുതി. നമുക്ക് കിട്ടുന്ന സിസ്റ്റം സെയിം തന്നെയാണ്, സൊല്യൂഷൻസ് സെയിം ആണ്. സൊല്യൂഷൻസ് യാതൊരു കാരണവശാലും വേരിയബിൾസിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. സോ ഹിയർ വി ആർ യൂസിങ് ഡമ്മി വേരിയബിൾസ്. സോ അതുകൊണ്ട് പ്രൈമറി പ്രോബ്ലം എന്താണോ അതിന്റെ കോഎഫിഷ്യൻസ്, അതിന്റെ ഇൻഇക്വാളിറ്റീസ്, അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റൻസുകളൊക്കെ നോക്കുക, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് ഒക്കെ നോക്കുക. അത് തന്നെയാണ് ഡ്യുവൽ ഓഫ് ദി ഡ്യുവൽ പ്രോബ്ലത്തിലും നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ.